ഓൾ വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു വാളക്കറിയാണ്. അപ്പോൾ നല്ല നല്ല പീസുകളായിട്ട് തന്നെ എനിക്ക് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കപ്പോൾ എങ്ങനെയാണ് വാളക്കറി ഉണ്ടാക്കാൻ നോക്കാം. വളരെ സിമ്പിളായിട്ടും അതുപോലെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നാളികേരം, അതിലേക്ക് ചെറിയ ഉള്ളി ഒരു 4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്, അതിടുക. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിതിലിടുന്നത്. എന്നുവെച്ചാൽ കുറച്ച് എരിവ് അധികം ഇപ്പം ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്നില്ല, കൂടുതൽ കുറച്ച് കളർ കിട്ടിക്കോട്ടെ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കാശ്മീരി ചില്ലി പൗഡർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഞാനൊരു 2 ടീസ്പൂണിൻ്റെ അടുത്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഞാനൊരു ഇഞ്ചിയും കൂടെ ഞാൻ അരിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ പെരിഞ്ജീരകമാണ്, അതും നമ്മൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ 1 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പെരിഞ്ജീരകം കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അടിച്ചെടുക്കുക, നന്നായി അരച്ചെടുക്കുക, വെണ്ണ പോലെ തന്നെ അരച്ചെടുക്കുക. അതിന് ശേഷം നന്നായിട്ട് നമ്മൾ അരച്ച് നമുക്ക് കിട്ടിയിട്ടുള്ള ആ പേസ്റ്റ് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം പോരാ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം തക്കാളി ആവശ്യമാണ്. തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളക്, കറിവേപ്പിലയും അതൊക്കെ നമ്മൾ എടുത്തു വയ്ക്കുക. തക്കാളി ചെറിയ കഷ്ണമൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം തക്കാളി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പച്ചമുളക് ഒരു 3-4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. ദെൻ അതിന് ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. പിന്നെ പുളിവെള്ളം, അതാണ് നമുക്ക് കുറച്ചും കൂടെ പുളി, തക്കാളി കൊണ്ട് മാത്രം ആവില്ലല്ലോ, കുറച്ചും കൂടെ പുളിവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ചൂടുവെള്ളത്തിൽ നമ്മൾ പുളി കുതിർക്കാനിട്ടതിന് ശേഷം അത് പിഴിഞ്ഞിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ കുറച്ച് വെള്ളം നിങ്ങൾക്ക് പോരാ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. മിക്സ് ആയതിനു ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പീസസില്ലേ, മീൻ കഷ്ണങ്ങൾ നമ്മൾ ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനു മുമ്പ് നമ്മൾ ഉപ്പും ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കണം, അതാകുമ്പോൾ നമുക്കൊരു കണക്കുണ്ടാവും. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന ഒരു പരിപാടി ഉണ്ട് എനിക്ക്. അപ്പോൾ മീൻ കഷ്ണങ്ങൾ ഓരോന്നും നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലും ഒന്ന് അതിന് മേലെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഞാനത് തിളക്കട്ടെ. ഇത് തിളയ്ക്കുമ്പോഴേക്കും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മളെല്ലാവരും ഫാമിലിയാണ്, അപ്പോൾ ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ മീൻകറി നന്നായിട്ട് വെട്ടിത്തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കാൻ നിൽക്കണം, സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കാൻ നിൽക്കണ്ട. പകരം നമ്മളൊരു തുണി വെച്ചിട്ട് ചട്ടി പിടിച്ച് ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി. ഇല്ലെങ്കിൽ മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഉടഞ്ഞു പോകുമല്ലോ, ഉടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് താളിക്കലാണ്. അപ്പോൾ അതിന് കുറച്ച് വെളിച്ചെണ്ണയിൽ അതുപോലെ ഉലുവയും അതുപോലെ തന്നെ കുറച്ച് കടുക്, അതുപോലെ ചെറിയ ഉള്ളി അരിഞ്ഞതും, വറ്റൽ മുളകും, അതുപോലെ കറിവേപ്പില, ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ താളിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് എല്ലാം കടുകൊക്കെ ഒന്ന് പൊട്ടി താളിച്ചതിന് ശേഷം മീൻകറിയിലേക്ക് ഇതൊഴിച്ചു കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ എടുക്കാം. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇത് ഞാൻ എല്ലാ മീനും എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് എടുത്തിട്ട് ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻകറി അടിപൊളി ടേസ്റ്റായിരുന്നു ഞങ്ങൾ കഴിച്ചപ്പോൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമായിട്ടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.